ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പൊന്മള പരീദ് ഉസ്താദിൻ്റെ ആണ്ടിന് അനുസ്മരണ പ്രസംഗത്തിന് വേണ്ടി പോയി. പൊന്മള പരീദ് ഉസ്താദിൻ്റെ താരീഖ് വായിച്ചു. മഹാനവറുകളുടെ താരീഖിൽ നിന്ന് മനസ്സിൽ തട്ടിയ ഏറ്റവും വലിയ കാര്യം, എല്ലാ റബീഉൽ അവ്വൽ 12-നും സുബ്ഹിക്ക് മൗലിദിന് പോകുമ്പോൾ ഒരു പുതിയ വസ്ത്രം ധരിക്കാറുണ്ടായിരുന്നു എന്നതാണ്. ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേമാതിരി സംഭവിച്ചിരുന്നു എന്ന് ശിഷ്യന്മാർ പറയലുണ്ട്. ആശിഖിൻ്റെ നാവിന് അസറുണ്ടാവും. ആശിഖിൻ്റെ നാവിന് അസറുണ്ടാകുമെന്നതിൻ്റെ തെളിവാണ് ഉവൈസുൽ ഖറനി റളിയല്ലാഹു അൻഹു മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത മനുഷ്യനാണ്. എന്തേ ഉവൈസുൽ ഖറനിക്കുള്ള യോഗ്യത? ഇഷ്കാണ് യോഗ്യത, വേറൊന്നല്ല. അതുകൊണ്ട് മുസ്തഫായ നബി തങ്ങളെ പഠിക്കണം, അറിയണം, അവിടത്തോട് മനസ്സും ശരീരവും അലിഞ്ഞു ചേരണം. ബൂസൂരി ഇമാം റളിയല്ലാഹു അൻഹു തൻ്റെ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ, എനിക്ക് പുന്നാര നബിനെ മദ്ഹ് ചെയ്തിട്ടൊരു കവിത എഴുതണം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കവിതയെ ഖിയാമത്ത് നാള് 1-ാം തീയതി വരെ വേറൊരു മനുഷ്യന് മറികടക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതാണ് ബുർദവീത്ത്. വേറെ കവിത കുറേ ഉണ്ടല്ലോ, പക്ഷെ ബുർദൻ്റെ മേലെ പോവില്ല. കവിതകൾ വേറെയും കുറേ ഉണ്ട്, ബുർദവീത്തിൻ്റെ മേലെ പോവില്ല. കാരണം ഉസ്താദിൻ്റെ ദുആയാകുന്നു അത്. കൂട്ടത്തിലൊരു കാര്യം ഞാൻ പറയട്ടോ, ബുർദവീത്ത് മുത്തുനബിനെ സ്വപ്നത്തിൽ കണ്ടതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അതിലെ ഓരോ പരാമർശവും നബി തങ്ങളുടെ സ്വപ്നമാണോ എന്ന് നമ്മൾ സംശയിക്കണം, ഉറപ്പിക്കണം. അതിൻ്റെ ജവാബും പുണ്യനബിയുടെ സ്വപ്നമാണ്. അതുകൊണ്ട് എന്ത് മാറ്റി ചെല്ലിയാലും ബുർദവൈത്തിൻ്റെ ജവാബ് മാറ്റി ചെല്ലരുത്. എൻ്റെ അഭിപ്രായമാണ്. എന്ത് മാറ്റി ചെല്ലിയാലും ബുർദൻ്റെ ജവാബ് മാറ്റി ചെല്ലണ്ട. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഉള്ളതിങ്ങനെ പറ്റാവുന്ന കോലത്തിലൊക്കെ ആക്കാം. അല്ലാതെ നമ്മളെ വകയായിട്ടൊന്ന് ഹുർമത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹുർമത്ത് പാലിക്കണം. ഏതൊരു വിഷയത്തിനും ഹുർമത്ത് പാലിക്കണം. അത് അദബ് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹുർമത്ത്. അതിൻ്റെ പവിത്രതയെ മാനിക്കുക എന്നത് ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യമുണ്ട് അതിൻ്റെ ഹുർമത്തിനെ മാനിക്കുന്നതിന്. മുസ്ഹാഫ് ഒരാൾ എടുത്തില്ലെങ്കിൽ കാഫിറാവില്ല. മുസ്ഹാഫ് എടുത്തിട്ട് അതിൽ നജസാക്കിയാൽ കാഫിറാവും. ഒരാൾ മുസാഫ് എടുത്തതന്നല്ല, ജീവിതകാലത്തിലൊരിക്കലും ഒരാൾ മുസാഫ് എടുത്തതന്നല്ല, ഒന്നും സംഭവിക്കില്ല. അതേസമയത്ത് മുസാഫ് എടുത്തിട്ട് അതിൽ നജസാക്കിയാൽ ആൾ മുർത്തദ്ദാവും, ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അപ്പോൾ ഹുർമത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. പറഞ്ഞപ്പോൾ ഒരു സംഗതി കൂടിയും പറയാൻ തോന്നുന്നുണ്ട്. നമ്മളെ പഴമക്കാരായ ആളുകൾ ചൊല്ലിയിരുന്ന ആ മൗലിദിൻ്റെ ഇടയിൽ മലയാളത്തിലുള്ള പാട്ട് വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അതങ്ങനെ തന്നെ അഷ്റഖ് കഥ മുൻഗാമികൾ ചൊല്ലി അതേമാതിരി മലയാളം നമുക്ക് വേറെ പാടാലോ. മലയാളം പാടാം നമുക്ക്. ആമീന ബീവിക്കോ മനമോനെ നമുക്ക് എപ്പോഴും പാടാം. പക്ഷെ അത് മുൻഗാമികൾ ചൊല്ലി വന്ന ആ ഒരു അതിൻ്റെ ഒരു ഹുർമത്ത്, അതാണ്. അതിനിപ്പോൾ എങ്ങനെ പറഞ്ഞു തരാമെന്നറിയില്ല. ആ സാധനം നിങ്ങൾക്ക് മനസ്സിലായ ആ സാധനം, അതിൻ്റെ പേരാണ് ഹുർമത്ത് എന്ന് പറയുന്ന സാധനം. അതങ്ങനെ തന്നെ, അതാണ് ചൊല്ലി അവസാനിച്ചിട്ട് അതിൻ്റെ ദ്വയം കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പാടാം. പിന്നെ നമുക്ക് സമയമുണ്ടല്ലോ, പിന്നെ നമുക്ക് ഇഷ്ടം പോലെ പാടാൻ സമയമുണ്ടാവും. അപ്പം അങ്ങനെ പാടാം. എന്തായാലും എല്ലാം അതിൻ്റെ, പ്രത്യേകിച്ച് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുർമത്ത്. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും ഒരു പരിപാടി, ഇപ്പോൾ ഒരു യാനബി ഇങ്ങനെ ചെല്ലുകയാണെങ്കിൽ ആളേക്കാൾ കൂടുതൽ ക്യാമറയാണ് കാണുക. കുഴപ്പമൊന്നുമില്ല. പക്ഷേ റൗള ഷരീഫിൻ്റെ അടുത്തുനിന്ന് ആ പണി ഒപ്പിക്കരുത്. അടങ്ങാൻ നിൽക്കുന്ന ആൾക്കാരിങ്ങനെ പറയുണ്ടാവും, ക്യാമറത്ത് എവിടുന്ന് എത്തണം, നമ്മളിവിടുന്ന് പൈസ കൊടുത്ത് പോയത് തന്നെ ആ ഫോട്ടോ എടുക്കാനാന്ന് തോന്നിപ്പോവും. ആയാതി പരിപാടി. പിന്നെ സിയാറത്തിൻ്റെ നിബന്ധന പറയുന്നിടത്ത് എല്ലാ ഫിഖ്ഹിൻ്റെ കിതാബിലും ബിഹുഫിയത്തിൻ, ശബ്ദം താഴ്ത്തിയാണ് മുത്തുനബിനോട് സലാം പറയേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞത് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നാണെങ്കിലും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി എന്ന ആയത്ത് ഫി ഹയാത്തിഹി വബഅദ മൗതിഹിയാണ്. നബി തങ്ങളുടെ ഹയാത്ത് കാലത്തേക്കും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷത്തേക്കും നിബന്ധനയാണ്.
അതുകൊണ്ട് നബിതങ്ങളുടെ സാന്നിധ്യത്തിൽ നബിതങ്ങളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല എന്നത് റൗള ഷരീഫ് സിയാറത്ത് ചെയ്യുന്നതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നിബന്ധനയാണ്. ലോകത്ത് പല മനുഷ്യന്മാരുണ്ട്, ഓരൊക്കെ കാട്ടുന്നത് പോലെ കാട്ടാനാണെങ്കിൽ നമ്മൾ എന്തിനാ മലയാളികളായത്? മനസ്സിലായില്ലല്ലോ നിങ്ങൾക്ക്? നമ്മൾ ദീന് നല്ലോണം പഠിച്ച കൂട്ടരാണ്. ലോകത്തെ എല്ലാ മനുഷ്യന്മാരും കാട്ടണം അതേമാതിരി കാട്ടാനാണെങ്കിൽ നമ്മൾ മലയാളികളായതിൽ ഒരർത്ഥം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ നല്ലോണം ദീൻ പഠിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾ ആ കുരുത്തക്കളൊന്നും കാട്ടരുത്. എല്ലാം കഴിഞ്ഞ് പോരുമ്പോൾ ഒഴിഞ്ഞ് നിന്നിട്ടൊരു സെൽഫി എടുത്തുകൊണ്ട് പോന്നാളി, അതിൻ്റെ വക അത് ഒഴിവാക്കിയാൽ അത്രയും നന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇതിങ്ങനെ നമ്മളിങ്ങനെ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് 756 അയച്ചു കൊടുക്കാൻ ആകെ 3 മിനിറ്റാണ് റൗദയിൽ സമയം കിട്ടുന്നത്, അല്ലെങ്കിൽ 4 മിനിറ്റ്. ചെന്നേക്കിന് ആദ്യം സെൽഫി എടുത്തിട്ട് പിന്നെ അല്ലാഹു അക്ബർ. എന്ത് ചെയ്യും മനുഷ്യന്മാരിങ്ങനെയൊക്കെ ആയാൽ? ഈ ഹുർമത്ത് എന്നൊരു സാധനം അത് വളരെ പ്രധാനമായും പാലിച്ചിരിക്കേണ്ട ഒരു സംഗതിയാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുർമത്ത് പാലിക്കണം.